മാ ആ എന്തുകൊണ്ട് വിശേഷം? ഇന്ന് ഒരയ്ക്കുന്ന ജയിക്കുന്ന ആ ബിഗ് ബോസ് കുറെ വട്ടത്തിലുള്ള കാർഡുകൾ കൊടുക്കും. അത് ശരി. അത് ഒളിപ്പിച്ചാ വെക്കുന്നത്. അത് പോയി ഇവരെല്ലാം കണ്ടുപിടിച്ച് എടുത്ത് ഒരയ്ക്കണം. ഒരയ്ക്കുമ്പോ ചിലതിൽ 7ന്റെ പണി, ചിലതിൽ മാർക്ക്. ഓ ചിലതിൽ പണി. ചിലതിൽ പണി, പിന്നെ പണിയും വേണ്ടേ. ആർക്കാ കിട്ടിയ മാർക്ക്? കൂടുതൽ കിട്ടിയത് ആര്യന്. ശരി. അതിന്റെ തൊട്ട് പുറകെ അനീഷ് 2ാം സ്ഥാനമായിട്ട്. അനീഷ? എന്താ നീ എപ്പോഴും പറയും അനീഷ് മണ്ടനാന്ന് പറയും? അങ്ങനല്ല, അനീഷ് നല്ലതുപോലെ കളിച്ചിട്ട് അനീഷ് ഇത് പിടിച്ച്. അനീഷ് സെക്കൻഡ് അതിന് ഒന്നും കിട്ടി കാണത്തില്ല, ബസ്സിന് മാത്രമല്ലേ കൊടുക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ അക്ബർ ഭയങ്കരമായിട്ട് ദുഃഖിച്ചിരിക്കുന്നു. ഇന്നലത്തെ ഗെയിമില് പിന്നെ ആദ്യം മോട്ടിച്ചോണ്ട് പോയി. അപ്പോഴേ പറഞ്ഞില്ല എന്റെ അക്ബറിനെ ഒന്ന് പൊക്കി പറയാൻ. അതെങ്ങനെ പൊക്കി പറയാനൊക്കും? അങ്ങനെ പൊക്കി പറയാനൊക്കത്തില്ല. ആദ്യം തന്നെ ചെന്നിരുന്ന് സമാധാനിപ്പിക്കും. നിക്കാ ഗെയിമല്ലേ, അതങ്ങനെ അല്ലേ വരുന്നതെന്ന് പറഞ്ഞ് പിന്നെ ഇതിന്ന് സമാധാനിപ്പിക്കും. ഷാനവാസ് ഒരു കുഴപ്പമില്ല, നല്ല മിടുക്കനായിട്ട് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നു. ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസം. ഒന്നുമില്ല, രാപകല് വ്യത്യാസം. ഭയങ്കര ഇതായിട്ട് മിടുക്കനായിട്ട് കളിക്കുന്നു. നിങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കും വ്യത്യാസം വന്നു. അതായിരിക്കും. 10 പറഞ്ഞില്ലേ? അതിന്റെ ഞാൻ മാത്രമല്ല, ലാലേട്ടനും പറഞ്ഞില്ലേ? നന്നായില്ലേ? അതുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ അടുത്ത ആഴ്ച വണ്ടി അല്ല, അങ്ങനെ പറയണ്ടേ. പിള്ളേര് കുരുത്തക്കേട് കാണിച്ചാ പറയണം. ഇതിപ്പോ ഫൈനൽ 5 ഉറപ്പിച്ച് ഷാനവാസ്. അത് ഉറപ്പിച്ചു കാണും. ആരുറപ്പിച്ചു കാണും. പിന്നെ ആരാ ഉള്ള? അനുമോളെന്ന് പറയുന്നു. അനുമോള് ദുഃഖിച്ച് ചെന്ന് കിടക്കുന്ന അനീഷ് ചെന്നിരുന്ന് സമാധാനിപ്പിക്കും. എന്താ കാര്യം എന്ന് പറയുന്നത്? അത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പം ഗെയിമിൽ ഈ കാർഡ് കുറച്ച് കിട്ടിയതുകൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും. എപ്പോഴും കൂടുതൽ കിട്ടണമെന്നുള്ള മനസ്സായതുകൊണ്ട്. ഇപ്പൊ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ബിഗ് ബോസ് ലാസ്റ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കാണാൻ ഒരു രസമില്ല, അടി ഇടി ഒന്നും ഇല്ലാതിരിക്കും. എടാ ഇനി തൊട്ടങ്ങോട്ട് അടിയുടെ പൊടി പൂരാടാ. അത് ശരി. ഇന്നിപ്പോ അടിയില്ലെന്ന് പറഞ്ഞ് ഇനിയിപ്പം 2 ദിവസം അടിയില്ലെന്ന് പറഞ്ഞ് 3ന്റെ അന്ന് അടിയില്ലാതിരിക്കും. അടി തുടങ്ങിയാൽ നിങ്ങൾ പവറായിട്ട് സംസാരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ചിക്കൻ ബ്രോസ്റ്റഡ് ഒക്കെ പഠിച്ചോണ്ടോ? ഈ ചിക്കൻ ബ്രോസ്റ്റഡ് ഒന്നും ഞാനല്ല പ്രേക്ഷകരെ തിന്നുന്ന. ഇത് മൊത്തം ഇവനാ കുത്തിക്കേറ്റത്. ഞാൻ ഒരു വകയും തിന്നത്തില്ല. നിന്നെ എങ്ങനെ പൊക്കി പറയും? നീ അല്ലേ ഇതൊന്നും കൊണ്ടുവച്ച് തിന്നുന്നേ? നിന്നെ കാത്തിക്കെട്ടിയല്ലേ ഞാൻ പറയാനൊക്കൂ? പൊക്കി പറയുന്നില്ല. അങ്ങനെ പൊക്കി പറയാൻ പറ്റത്തില്ല. ആരെയും പൊക്കി പറയത്തില്ല. ആ പിള്ളേരെ പറയുന്ന കണക്ക് തന്നെ നിന്നെയും താത്തേ പറയത്തുള്ളൂ. ചിക്കൻ ബ്രോസ്റ്റഡ് ഞാൻ തിന്നത്തില്ല. എനിക്ക് കൊളസ്ട്രോളാ. കൊളസ്ട്രോൾ കൂടുതലാ എനിക്ക്. ഇത് എല്ലാം സത്യം പറയണമെന്നില്ല. അത് എനിക്കാ മേടിച്ചോന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? അല്ല, നിനക്കല്ലേ മേടിച്ചോണ്ടോ? നീയല്ലേ തിന്നെ? എനിക്കല്ല, നിങ്ങൾക്കാ മേടിച്ചോണ്ട് വെറുതെ പറഞ്ഞൂടെ? സന്തോഷത്തില്ലേ? അനി എനിക്കല്ലാതെ ഞാൻ എങ്ങനെ പറയും? നീ കൊണ്ടുവച്ച് തിന്നുന്നത് ഞാൻ തിന്നുന്നത് എങ്ങനെ പറയും? പോട്ടെ, ചോറൊക്കെ ചോറ് ഞാൻ തിന്നും. ഇനി പോട്ടാ. പോ. ഒന്നും ചോദിക്കണ്ടായിരുന്നു.